ഹായ്, എല്ലാവർക്കും മിറാക്കാസ് കിച്ചൻ വേണ്ടിയിട്ട് പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സാമ്പാറാണ് കേട്ടോ. കുറേ നാളായി സാമ്പാർ വെക്കുന്നത് ഇടണമെന്നൊക്കെ വിചാരിച്ചു തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് കഷ്ണം ഇട്ടിട്ടാണ് സാമ്പാർ വെച്ചത്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. സാമ്പാർ വയ്ക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു അര ഗ്ലാസോളം പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ഞാൻ അധികം കഷ്ണങ്ങളൊന്നും അങ്ങനെ ഉപയോഗിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഷ്ണങ്ങളാണ്. അപ്പോൾ മത്തങ്ങ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് നന്നാക്കി വെച്ചിട്ടുണ്ട്. ഒരു സബോള വെച്ചിട്ടുണ്ട്, ഒരു ക്യാരറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് മുരിങ്ങക്കായ, 3 മുരിങ്ങക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്, 4 വെണ്ടക്കായ, ഒരു തക്കാളി, പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിപ്പെല്ലാതും കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പരിപ്പൊക്കെ ഞാൻ കഴുകിയത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ബാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തങ്ങയും സബോളയും ക്യാരറ്റും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു വിസിലടിക്കുന്ന വരയ്ക്ക് വേവിക്കാം. അപ്പോൾ ചില സ്ഥലത്ത് പരിപ്പിൻ്റെ വേവ് അനുസരിച്ച് ചിലപ്പോൾ 2 വിസിൽ വേണ്ടി വരും. ഇത് ഒരു വിസിൽ കൊണ്ട് നമുക്ക് ഇത് വെന്ത് വിട്ടു കേട്ടോ. അപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ കഴിയുമ്പോൾ നമുക്ക് ഓഫാക്കാം. പുളി അല്ലാതെ ഞാൻ കുരുവൊക്കെ കളഞ്ഞ് പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണ് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പുളി വെള്ളത്തിലേക്കാണ്. പിന്നെ 1/4 ടീസ്പൂണോളം കായം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് 1/4 ടീസ്പൂണോളം മുളക് പൊടി അത് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്, ഒരു കളർ കിട്ടാനായിട്ട്. എന്നിട്ട് നമ്മളിതെല്ലാതും പൊടികളെല്ലാതും കൂടിയിട്ട് ഇങ്ങനെ ഈ പുളി വെള്ളത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം നമ്മൾ ഒരു വിസിലൊക്കെ അടിച്ച് കുക്കറൊക്കെ ഓഫാക്കിയിട്ടാണ്. അപ്പം നമുക്ക് കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് കഷ്ണങ്ങളൊക്കെ വെന്തോന്നൊക്കെ നോക്കാം. നമ്മുടെ പരിപ്പും കഷ്ണങ്ങളൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുരിങ്ങക്കായും വെണ്ടക്കായും തക്കാളിയാണ്. അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൽ പിന്നെ അടച്ച് വെച്ച് വേവിക്കില്ല കേട്ടോ. ഇതേപോലെ നമ്മൾ കുക്കർ തുറന്ന് വെച്ചിട്ടാണ് ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കും. അപ്പോൾ ഇത് ഒരു തള വരുന്ന വരയ്ക്ക് നമ്മൾ നല്ല പോലെ വേവിച്ചെടുക്കണം. തള വന്നതിന് ശേഷം വേണം നമുക്ക് ഇതിൽ പുളി വെള്ളമൊക്കെ ഒഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എല്ലാതും ഇങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം പോരായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സ്റ്റവ് കത്തിച്ചിട്ട് കത്തിക്കാം കേട്ടോ. നമ്മുടെ കറി എല്ലാതും നല്ല പോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുളിവെള്ളം നമുക്ക് എല്ലാതും പൊടികളൊക്കെ കലക്കി വെച്ചിട്ടുള്ള ചേർത്ത് കൊടുക്കാം. കാരണം ഇപ്പം നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെണ്ടക്കായ്ക്കും മുരിങ്ങക്കായ്ക്കും തക്കാളിക്കൊന്നും അധികം വേവില്ലാത്തത് കൊണ്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്നും പറഞ്ഞ പോലെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ചാറൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. നമ്മുടെ സാമ്പാറൊക്കെ നല്ല പോലെ ഒക്കെ കുറുകി വന്നു തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിലത്തെ കഷ്ണങ്ങളൊക്കെ വെന്തോ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മുരിങ്ങക്കായ്ക്കും വെണ്ടക്കായ്ക്കും തക്കാളിക്കൊന്നും അധികം വേവില്ലാത്ത കാരണം പെട്ടെന്ന് വെന്ത് കിട്ടാൻ ഞാൻ കുക്കർ തുറന്ന് വെച്ചിട്ടാണ് വേവിക്കണത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇത്തിരി കുറുകിയ ചാറാണ് ഉള്ള സാമ്പാറാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഇത്തിരി കൂടി കുറച്ചും കൂടി വെള്ളം വറ്റാൻ നിൽക്കാം. അപ്പോൾ ചിലർക്ക് ചാറായിട്ട് വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ അളവിൽ നമുക്ക് കറി ഓഫാക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചൊന്ന് കുറുക്കിയ സാമ്പാറാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഞങ്ങൾക്കൊന്ന് വെള്ളം വറ്റണം. അപ്പോൾ വെള്ളം ഒന്ന് കുറുകി വരട്ടെ. നമ്മുടെ സാമ്പാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇതിൽ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ പുളി ഇത്തിരി കുറവായപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടി പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതല്ലാതെ നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പുളിയും ഉപ്പൊക്കെ ഇടണം. ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് വേണം ഇടാനായിട്ട്. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫാക്കണം കേട്ടോ. കറി താളിച്ചൊഴിക്കാനായിട്ട് കടുകൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ചൂടായതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് കടുകൊക്കെ പൊട്ടിക്കാൻ.
വെളിച്ചെണ്ണ എല്ലാം നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മളിത് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് ഉണക്കമുളകും വേപ്പിൻ്റെ ഇലയാണ്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുളകൊക്കെ നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം വേണം നമുക്കത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ സ്റ്റൗവൊക്കെ ഓഫാക്കി. അപ്പോൾ ഈ ചൂടുള്ള വെളിച്ചെണ്ണയിൽ ഇടുന്ന് മൊരിഞ്ഞോളും. അതുകൊണ്ടാണ് നമ്മൾ ചൂടാക്കിയേക്കുന്നത് കേട്ടോ. അതായത് മുളകെല്ലാതും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കറിയിലേക്ക് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ ഒന്ന് അടിക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് സാമ്പാർ ഉണ്ടാക്കി നോക്കിയോളാം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ടാറ്റാ, ബൈ.